പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെയും മാധ്യസ്ഥത്തിൽ ഈ പ്രാർത്ഥന പ്രതീക്ഷിച്ചുകൊണ്ട് ലോകം മുഴുവനും വിവിധ സ്ഥലങ്ങളിൽ ജാഗ്രതയോടെ ഇരിക്കുന്ന ഓരോ മകൻ്റെ മേലും മകളുടെ മേലും കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന വലതുകരം ആണിപ്പെടുന്ന അത്ഭുതകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, 7 ഗോൾഡൻ ലെറ്ററിൽ എഴുതി അച്ഛനെ ഈശോ കാണിക്കുന്നുണ്ട്. 7 ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ 7 അനുഗ്രഹം കിട്ടിയാൽ ഇൻ്റർവ്യൂ ആകാം, ടെസ്റ്റാകാം, ജോലിയാകാം, PR ആകാം, ഇനി എന്താണ് നിങ്ങൾ ഇത്രയും നാൾ ആശിച്ചിരുന്നത് അതിനുള്ള തീരുമാനമാകാം, അതിൻ്റെ വിടുതലാകാം. എന്തായാലും നിങ്ങൾ സാക്ഷ്യം പറയണം. കർത്താവേ, ഇങ്ങനെ ഇതുപോലെ തന്നെ ഓരോരുത്തർക്കും കർത്താവ് അങ്ങ് സന്ദേശം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ വേദനകൾ, ഭാരങ്ങൾ, അവർക്ക് സ്വന്തമായിട്ട് പരിഹരിക്കാൻ പറ്റാത്ത വിഷയങ്ങൾ, നന്നായി വിശ്വസിക്കാൻ പോലും പറ്റാത്ത ആൾക്കാരുണ്ട്, വെടിപ്പായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അവരെല്ലാം കർത്താവ് ഈ നിമിഷം ആശീർവദിക്കട്ടെ. കർത്താവ് യാത്ര ചെയ്യുന്ന മക്കൾ, കർത്താവ് ഇൻ്റർവ്യൂ ഉള്ള മക്കൾ, കർത്താവ് പരീക്ഷ എഴുതുന്ന മക്കൾ, അനേകം മക്കൾ ആശീർവാദം വാങ്ങിച്ച് പോയിട്ടുണ്ട് പരീക്ഷ എഴുതാൻ വേണ്ടി. അവരെല്ലാം കർത്താവെ ആശീർവദിക്കണം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടിയുടെ ഘടന കർത്താവ് എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് നൽകിയ ഒരു ഘടനയാണുള്ളത്. എന്താ പറയണത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച്, അതല്ലേ ഉടമ്പടി എന്ന് പറയണത്. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പന പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്ന പോലെ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങളും എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. യോഹന്നാൻ 15:10. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. അപ്പം നിലനിൽക്കുക എന്നുള്ളത് ആണ് ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ത്രട്ടതാണ്, ഏറ്റവും വലിയ മുഖമുദ്രയും അതാണ്. നമുക്ക് പൊതുവെ വരുന്നൊരു വിഷയം എന്താ അറിയാമോ? ഈ ആഴ്ച ഭക്തി ഉണ്ടെങ്കിൽ അടുത്ത ആഴ്ച ഭക്തി ഉണ്ടാകത്തില്ല. അടുത്ത മാസം നമ്മൾ തീർത്ഥാടനത്തിനും പോകും, ലോകത്തിലുള്ള എല്ലാ മലയും കയറും, പുരുഷൻ്റെ വഴി നടത്തി ഇറങ്ങി വരികയും ചെയ്യും, കൃപയിൽ ജീവിക്കുകയും ചെയ്യും.
നോൻപ് കഴിയുമ്പോൾ ഇല്ലേ, പുതുഞായറാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ പിന്നെ ഗ്രാഫ്, ആധ്യാത്മിക ഗ്രാഫ് താഴെ പോവും, ചിലപ്പോൾ ഗ്യാപ്പും വരും. നിങ്ങൾ ഒരു മല കയറണ നല്ലതല്ലേ, ഞാനും കയറുന്ന ആളാണ്. പക്ഷേ ഒരു മലയും കയറിയില്ലെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് അറിയാമോ, ദൈവ ആ മനുഷ്യബന്ധത്തിൽ ഗ്യാപ്പ് വരാതിരിക്കാൻ നോക്കണം. എന്താ ഈശോ പറയണത്? നിലനിൽക്കണം എന്ന് പറഞ്ഞ വാക്കതാണ് 15:10. എന്താണ്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പന പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ ഗ്യാപ്പില്ലാതെ, വിള്ളലില്ലാതെ, കണ്ടിന്യൂസ് ആയിട്ട് പിന്തുടർന്നുകൊണ്ട് നിലനിൽക്കുന്നത് പോലെ നമ്മൾ ഒത്തിരി പീക്കിലേക്ക് പോയില്ലെങ്കിലും ദൈവമായിട്ടുള്ള ആ ബന്ധം അത് ഒത്തിരിയേറെ നിമ്നോന്നതങ്ങൾ ഇല്ലെന്നുണ്ടെങ്കിലും ഒരു ബേസിക്കായിട്ട് ദൈവമായിട്ടുള്ള ആ നിലനിൽപ്പ് സൂക്ഷിക്കുന്നത് എൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലനിന്ന് കഴിഞ്ഞാൽ ഉള്ള ഗുണം എന്നറിയാവോ, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹം നിലനിൽക്കുന്ന പോലെ എൻ്റെ കൽപ്പന പാലിച്ചാൽ നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. അങ്ങനെ കണ്ടിന്യൂഷനായിട്ട് നിലനിന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഉടമ്പടിയുടെ ഗുണം അതാണ്. ഉടമ്പടി നിങ്ങളുടെ കണ്ടിന്യൂറ്റി ഉറപ്പ് വരുത്തും. കണ്ടിന്യൂറ്റി ഇല്ലേ, തുടർച്ച ഉറപ്പ് വരുത്തും. കാര്യം എന്താണ്? അതിൻ്റെ ചുറ്റുവട്ടങ്ങളും ആചാര അനുഷ്ഠാന ക്രമങ്ങളും സുവിശേഷ സാക്ഷ്യങ്ങളും എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന കാര്യങ്ങളായതുകൊണ്ട് അത് ഉറപ്പ് വരുത്തുമ്പോൾ എന്ത് സംഭവിക്കും? 15:7 സംഭവിക്കും. യോഹന്നാൻ 15:7. യോഹന്നാൻ 15:7. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിക്കുക, നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ നിലനിൽക്കുക എന്നുള്ള വാക്കുണ്ട് അവിടെ. 2 സ്ഥലത്തുകൊണ്ടേ 15:10 നിലനിൽപ്പുണ്ട്. എന്താണ്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പന പാലിച്ച് അവിടുത്തെ സ്നേഹം നിലനിൽക്കുന്നത് പോലെ എൻ്റെ കൽപ്പന പാലിച്ചാൽ നിങ്ങൾ എൻ്റെ സ്നേഹം നിലനിൽക്കും. ഇപ്പോഴെന്താ 15:7 പറയണത്? നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്താൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ നിലനിൽപ്പ് ഒരു പ്രശ്നമാണ്, ഗ്യാപ്പ് ഉണ്ടാകരുത്. അതുകൊണ്ടാണ് ഉടമ്പടി ഗ്യാപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ പോലും ആൾക്കാരെ കാണത്തില്ല. എന്താ കാര്യം? അതായത് ഒരു ഉടമ്പടിയിലല്ല. ഉടമ്പടിയിലാണെങ്കിൽ അവരെ കാണാൻ എളുപ്പമാണ്. നമുക്ക് ചുമ്മാ കാര്യങ്ങൾ കേട്ട് കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് മതാനും മധ്യസ്ഥ വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വിഷയം ശരിയാകും. പക്ഷെ അവർ ഉടമ്പടിയിലല്ലെങ്കിലോ, കാര്യം ഉടമ്പടി പ്രകാരം ജീവിക്കുമ്പോഴാണ് നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും ഞാൻ നിങ്ങൾ വസിക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ള ചോദിക്കാൻ പോകണം. അപ്പോൾ നമുക്ക് പ്രശ്നമൊന്നുമില്ല, പ്രാർത്ഥനയ്ക്ക് തടസ്സമില്ല, ഇഷ്ടമുള്ള നമുക്ക് ചോദിക്കാം. പക്ഷേ ഗ്യാപ്പ് ഉണ്ടാകരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഈ സമയത്ത് നോയമ്പുകാലത്തെ പ്രത്യേകം ഓർപ്പിക്കുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇതെല്ലാം തുടർന്നതിന് ശേഷം എൻ്റെ തലവേദന കുറയാൻ തുടങ്ങി. എൻ്റെ തലവേദന ഒരു ടൈപ്പ് തലവേദന വന്നാൽ എൻ്റെ ചെവിയിലും
ഈ പെടലിക്കും എല്ലാം നീർക്കെട്ട് വരുമായിരുന്നു. അങ്ങനെ ഒരു ഇതായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഉടമ്പടി എടുത്ത് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം എൻ്റെ തലവേദന പൂർണ്ണമായി മാറി. 3 മാസമായി ഇതുവരെ ഞാൻ ഹോസ്പിറ്റലിൽ മരുന്നിന് പോയിട്ടില്ല. അങ്ങനെ മാതാവ് തിരുക്കുമാരനും വഴി എനിക്ക് തന്ന ഈ വലിയ അനുഗ്രഹത്തിന് നന്ദി പറയുന്നു. പിന്നെ എൻ്റെ മോന് 3 വർഷം മുന്നേ ഒന്ന് വീണായിരുന്നു. അവന് വീണ കാര്യം ഞങ്ങളോട് പറഞ്ഞില്ല. അവന് ഒത്തി നടക്കുന്ന കണ്ടുകൊണ്ട് ഞങ്ങൾ ഒത്തിരി ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ വീണായിരുന്നെന്ന്. അപ്പം ഞങ്ങൾ തിരുമിക്കാനൊക്കെ കൊണ്ടുപോയി, എന്നിട്ട് ശരിയായില്ല. പിന്നെ കോട്ടയത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു MRI സ്കാൻ ചെയ്യണമെന്ന്. അപ്പം സ്കാൻ ചെയ്തതിനകത്ത് റൈറ്റ് നീ മെനിസ്കസ് ഇഞ്ചുറിയാന്ന് പറഞ്ഞു. അത് ആർത്രോസ്കോപ്പി ചെയ്യണം. അത് ഒരു 6 ക്ലിപ്പിട്ട് ചെയ്യുന്ന ഒരു സർജറിയാണ്. അന്നേരം അവൻ 10th പഠിക്കുന്നത്. 1 മാസത്തെ റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഈ വർഷം ചെയ്യുന്നില്ലെന്ന് വെച്ചു. അവനെ കളിക്കാനൊന്നും വിടത്തില്ല, അവന് മുട്ടുകുത്താൻ പറ്റത്തില്ല. അങ്ങനെ നല്ല വേദനയായിരുന്നു. നീക്കാപ്പിട്ടുകൊണ്ട് മാത്രമേ അവൻ നടക്കത്തുള്ളായിരുന്നു. അങ്ങനെയായപ്പോൾ ഞാനിവിടെ വന്ന് ഉടമ്പടിയിൽ നിയോഗം വെച്ചിരുന്നു, മോൻ്റെ കാലിൻ്റെ വേദന മാറിക്കിട്ടണേ, ഓപ്പറേഷൻ കൂടാതെ. അപ്പോൾ എന്നും ഉടമ്പടി തൈലം എടുത്ത് ഞാൻ കുരിശ് വരച്ച് അവൻ നെറ്റിയിൽ തൂക്കുകയും കാലിൻ്റെ മുട്ടയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായി അവന് ഒത്തിരി മാറ്റമുണ്ട്. അവനിപ്പോൾ സ്കൂളിൽ കളിച്ചിട്ടൊക്കെയാണ് വരുന്നത്. മുട്ടിൽ നിന്ന് ലുത്തീനിയ മുഴുവനും മുട്ടിൽ നിന്ന് ചൊല്ലുന്നുണ്ട്. അങ്ങനെ മാതാവ് തിരുക്കുമാരൻ വഴി ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹം തന്നു. പിന്നെ 1 മാസം മുന്നേ എൻ്റെ പുറത്ത് ഒരു നെല്ലിക്ക വലുപ്പത്തിലൊരു മുഴ വന്നു. അപ്പം ഞാൻ വീട്ടിൽ പറഞ്ഞില്ല. അതിങ്ങനെ വലുതാകുന്നതനുസരിച്ച് എനിക്കൊരു പേടിയുണ്ടായി. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പം പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം, ഇത് വെച്ചോണ്ടിരിക്കേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു ദിവസം മാതാവിൻ്റെ ഉടമ്പടി തൈലം എടുത്ത് ഞാൻ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി പിറ്റേ ദിവസം നോക്കുമ്പോൾ ആ മുഴ ഇരുന്നത് എവിടെയാണെന്ന് പോലും അറിയാത്ത പോലെ അത് അപ്രത്യക്ഷമായി. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദികൾ പറയുന്നു. എൻ്റെ പേര് എലിസബത്ത്. ഞാൻ കാസർഗോഡ് ജില്ലയിലെ മാലക്കൽ ഇടവകയിൽ നിന്നും വരുന്നു. ഞാനിപ്പോൾ ഇത് 3-ാം പ്രാവശ്യമാണ് ഇവിടെ സാക്ഷ്യം പറയുന്നത്. ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഇത് 7-ാം പ്രാവശ്യമാണ് ഇന്ന് പുതുക്കുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദിയും സ്നേഹവും കടപ്പാടും എൻ്റെ പരിശുദ്ധ അമ്മയോടും തിരുക്കുമാരനോടുമാണ്. എൻ്റെ ജീവിതത്തെ നയിക്കുന്നത് എന്നും അമ്മയാണ്. എനിക്ക് മറ്റാരും ഇല്ലയെന്ന് തോന്നുമ്പോഴൊക്കെ ഞാൻ അമ്മയിൽ ആശ്രയിക്കാറുണ്ട്. അതുപോലെ ഒരു സംഭവമാണ് ഞാനിപ്പോൾ സാക്ഷ്യമായിട്ട് പറയുന്നത്. ഈ കഴിഞ്ഞ ഓണത്തിൻ്റെ അന്ന് എൻ്റെ അനിയത്തി ഒരു നൺ സിസ്റ്ററാണ്. അവൾക്ക് കണ്ണിൻ്റെ കാഴ്ച ഒരു മരുന്ന് ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു കണ്ണിൻ്റെ കാഴ്ച പെട്ടെന്ന് പോയി. അപ്പോൾ അവൾ കരഞ്ഞോണ്ട് എന്നെ വിളിച്ച്, ചേച്ചി ഉടമ്പടി എടുക്കുന്നയാളല്ലേ, എൻ്റെ കണ്ണിന് കാഴ്ച പോയി, ഞാനിനി എന്ത് ചെയ്യും? അവളൊരു സ്കൂളിൻ്റെ പ്രിൻസിപ്പാളാണ്, ഞാനിനി എങ്ങനെ ജോലി ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞു. അപ്പം ഞങ്ങളിങ്ങനെ ഓണമെല്ലാം ഉണ്ടിട്ട് സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് ഈ വാർത്ത കേട്ട് വീട്ടിലെല്ലാവർക്കും ഭയങ്കര സങ്കടമായി. മുമ്പിൽ മറ്റൊരു വഴികളും ഇല്ലാതിരിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ലൈറ്റ് ക്യാൻഡിൽ ഉടമ്പടിയാണല്ലോ. അതോർത്തുകൊണ്ട് ഞാൻ അപ്പോൾ തന്നെ ലൈറ്റ് ക്യാൻഡിൽ ഉടമ്പടി എടുത്തു. ലൈറ്റ് ക്യാൻഡിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവൾക്ക് 15 ദിവസത്തിന് ശേഷം കാഴ്ച തിരിച്ചു കിട്ടി. അതിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ അന്ന് ഓണത്തിൻ്റെ ദിവസമായതുകൊണ്ട് എവിടെയും ഒരു ഡോക്ടർമാരെ പോലും അവൾക്ക് കൺസൾട്ട് ചെയ്യാൻ കിട്ടിയില്ല. അവസാനം ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റ് മെഡിക്കൽ കോളേജിൽ വിളിച്ച് സ്പെഷ്യലായിട്ടൊരു ഡോക്ടറെ, ഐ സ്പെഷ്യലിസ്റ്റിനെ റിക്രൂട്ട് ചെയ്തിട്ടാണ് ഇവളെ നോക്കിയിട്ട് കണ്ണിൻ്റെ കാഴ്ച റെറ്റിനയുടെ 90% കാഴ്ചയും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഡോക്ടർക്ക് ഒരു പ്രതീക്ഷയും ഇല്ലായിരുന്നു കാഴ്ച തിരിച്ചു കിട്ടുമെന്ന്. പക്ഷേ ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ചെയ്തതിൻ്റെ ഫലമായിട്ടായിരിക്കും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ കാഴ്ച ഭാഗികമായിട്ട് തിരിച്ചു വന്നു. 60% പിന്നെ കോശങ്ങളും തിരിച്ചു വന്നെന്ന് ഡോക്ടർ പറഞ്ഞു. പിന്നെയും ഒരു 15 ദിവസം കൂടെ കഴിഞ്ഞപ്പോഴത്തേനും മൂടൽമഞ്ഞിനകത്തൂടെ നമ്മൾ കാണുന്ന പോലെ കാണാൻ തുടങ്ങി. അതിനുശേഷം
പയ്യെ കണ്ണ് ക്ലിയറായി വന്നു. അങ്ങനെ കാഴ്ച പൂർണ്ണമായിട്ടും തിരിച്ചു കിട്ടി. ഇത് ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങളുടെ എല്ലാവർക്കും ഭയങ്കര സന്തോഷം നിറഞ്ഞൊരു ഭയങ്കര ഇതായിരുന്നു. ഈ സംഭവം അറിഞ്ഞതിന് ശേഷം ഇങ്ങനത്തെ ഒരു ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ചെയ്യാൻ എൻ്റെ കുടുംബത്തിലുള്ളവരെല്ലാവരും എന്നോട് എപ്പോഴും അന്വേഷിക്കും, ചേച്ചി എങ്ങനെയാണ് ലൈറ്റിൽ ക്യാൻഡിൽ പ്രെയർ ചെയ്യുന്നതെന്ന്. ഞാൻ എല്ലാവർക്കും ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട്. രണ്ടാമതായിട്ട് എനിക്ക് കിട്ടിയ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ എപ്പോഴും ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ പരിശുദ്ധ അമ്മ എല്ലാവർക്കും പ്രത്യക്ഷപ്പെടുന്നു, അവരോട് സംസാരിക്കുന്നു, അവർക്ക് സുഗന്ധം കിട്ടുന്നു എന്നൊക്കെ ഉള്ള സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോട് പറയും, ഞാനെപ്പോഴും അമ്മയുടെ കൂടെ നടക്കുന്നയാളാണല്ലോ, എനിക്ക് ഇതുവരെ ഒരു അനുഭവം പോലും കിട്ടിയിട്ടില്ലല്ലോ, എനിക്ക് എൻ്റെ വിശ്വാസം സ്ഥിരീകരിക്കാൻ അമ്മ എനിക്കൊരു അടയാളം തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ എൻ്റെ മോളുടെ കുഞ്ഞിൻ്റെ മാമോദീസയുടെ അന്ന് പരിശുദ്ധ അമ്മ എൻ്റെ നെറ്റിയിൽ പ്രത്യക്ഷപ്പെട്ടു. ഞാനത് അറിയുന്നത് അന്നേരം ഒന്നും അറിഞ്ഞിട്ടില്ല. ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുത്തതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞാണ് ഫോട്ടോ കിട്ടിയത്. ആ ഫോട്ടോ കിട്ടി അത് ഞാൻ സൂം ചെയ്ത് നോക്കുമ്പോൾ പരിശുദ്ധ അമ്മ എൻ്റെ നെറ്റിയിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്ന ആ ഫോട്ടോ നന്നായിട്ട് കാണാമായിരുന്നു. ഞാനിതിപ്പം ഇവിടെ അച്ഛനെ കാണിച്ചു, പിന്നെ എൻ്റെ വീട്ടിലുള്ള എല്ലാവരും കണ്ടു. എൻ്റെ ഹസ്ബൻഡിനെയാണ് ഞാൻ ആദ്യം കാണിച്ചത്. ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു, എൻ്റെ നെറ്റിയിൽ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്നൊന്ന് നോക്കാവോ എന്ന് ചോദിച്ചപ്പം പുള്ളിക്കാരൻ പറഞ്ഞു, എടി ഇത് നിൻ്റെ കൃപാസന മാതാവല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമായി. കരയുവാണോ ചിരിക്കുവാണോ ചെയ്യേണ്ടതെന്ന് പോലും അറിയാത്തൊരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു. അമ്മയ്ക്കും തിരുക്കുമാരനും ഒരു കോടി നന്ദി പറയുന്നു. അമ്മയ്ക്കും ഈശോയ്ക്കും എൻ്റെ 1000 നന്ദി. ഞാൻ എറണാകുളം ജില്ലയിലെ പച്ചാളം ചാത്യാത്തിടവയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ വന്നിരിക്കുന്നത്, ഞാൻ ഉടമ്പടിയിൽ വെച്ച 4 കാര്യങ്ങൾ എനിക്ക് സാധിച്ചു കിട്ടി. അതിൽ എൻ്റെ മോൾക്ക് IELTS കാനഡയിലേക്ക് അപ്ലൈ ചെയ്യാനായിരുന്നു. പക്ഷേ അത് കിട്ടണമെങ്കിൽ ഒത്തിരി IELTS മോൾ 2 പ്രാവശ്യം എഴുതിയതാണ്. പക്ഷേ ഒരു മൊഡ്യൂളിന് 5.5 വന്നു. പക്ഷേ കാനഡയിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് എല്ലാത്തിനും 6 വേണം. പക്ഷേ ഓവറോൾ നല്ല സ്കോർ ഉണ്ടായിരുന്നു. റീഡിങ്ങിന് മാത്രം 5.5. 2 പ്രാവശ്യം എഴുതിയപ്പോഴും സെയിം തന്നെയാണ് വന്നത്. പിന്നെ ഓഫർ ലെറ്ററിന് അപ്ലൈ ചെയ്യാം, ഏജൻസി പറഞ്ഞു. പഴയ IELTS സ്കോർ വെച്ചിട്ട് നമുക്ക് ടൊറൻറ്റോയിൽ തന്നെ നല്ല കോളേജിൽ നമുക്ക് അപ്ലൈ ചെയ്യാമെന്നൊരു ഓപ്ഷൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളത് ചെയ്തു വെച്ചു. എങ്കിലും നമുക്ക് പോകണമെങ്കിൽ IELTS 2ാമത് എഴുതണം, നല്ല സ്കോറും കിട്ടണം, ഇൻഡിവിജ്വൽ 6 ലഭിക്കണം. അപ്പോൾ മോൾക്ക് ആകെ ടെൻഷനായി. എങ്കിലും ഞങ്ങൾ ഓഫർ ലെറ്ററിന് അപ്ലൈ ചെയ്തു. IELTS ഒരു പ്രാവശ്യം കൂടി എഴുതാമെന്ന് വിചാരിച്ചു. പക്ഷേ മോള് കാശ് രൂപയൊക്കെ ആയിട്ടാണ് എക്സാം എഴുതിയത്. വന്നപ്പോൾ മമ്മി എനിക്ക് റീഡിങ് പിന്നെയും ടഫായിരുന്നു. ഒട്ടും എന്താ വെച്ചാൽ ഇനി അടുത്ത ഡേറ്റ് എടുത്തോ മമ്മി, എനിക്ക് ഒട്ടും ഈസി ആയിരുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം ഞങ്ങൾ ജാനുവരി ഇൻടേക്കാണ് നോക്കിയത് പോകാൻ. അപ്പോൾ മോൾക്ക് ഒക്ടോബറായി, ഏകദേശം ഒക്ടോബർ ഫസ്റ്റ് വീക്കൊക്കെ ആയപ്പം നമുക്ക് ടൈമില്ല, 3 മാസം മുമ്പ് സബ്മിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത് അവർ. അപ്പോൾ ആകെ ടെൻഷനായി. ഓഫർ ലെറ്റർ വന്നിട്ടില്ല, IELTS ഇപ്പോൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും. പിന്നെ 2 പ്രാവശ്യം ഉടമ്പടി ജാനുവരിയിലാണ് ഞാൻ എടുത്തത്. 1-ാം തീയതി, ജാനുവരി 26-ാം തീയതി എടുത്തെങ്കിലും എനിക്ക് ഉടമ്പടി കംപ്ലീറ്റ് ആയിട്ട് പാലിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ പേപ്പർ കിട്ടിയാലും ഞാൻ എൻ്റെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെയാണ് കൊടുത്തിരുന്നത്. അതുപോലെ എൻ്റെ ഷോപ്പിൽ വരുന്നവർക്കൊക്കെയാണ് ഞാൻ കൊടുത്തിരുന്നത്. അത് പുറത്ത് കൊണ്ടുപോയി കൊടുക്കാനൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ 3ാമത് ഞാൻ പുതുക്കിയപ്പോൾ ഞാൻ കറക്റ്റ് എല്ലാം പാലിക്കുമെന്ന് തന്നെ ഒരു നിശ്ചയം എടുത്തിരുന്നു. അതുപോലെ തന്നെ എനിക്ക് പേപ്പർ കിട്ടി പിറ്റേ ദിവസം തന്നെ ഞാൻ അതായത് പള്ളിയിൽ 3 സ്ഥലത്ത് പോയിട്ട് അവിടെ നിന്നിട്ട് വരുന്ന എല്ലാവർക്കും കൊടുത്തു. ചിലർ വേണ്ടാന്ന് പറഞ്ഞു, എങ്കിലും ഞാൻ എല്ലാവർക്കും ആ പേപ്പർ മൊത്തം സബ്മിറ്റ് കൊടുത്തു. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ കൂടുതലായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി. ഒത്തിരി പേരെ എനിക്ക് സഹായിക്കാൻ പറ്റി. ഞാൻ ഡെയിലി രാവിലത്തെ ഫുഡ് കഴിക്കില്ല, പക്ഷെ ഉണ്ടാക്കും.
അത് ഞാൻ മോളെ കോളേജിൽ ആക്കുമ്പോൾ പോകുന്ന വഴി ഏതെങ്കിലും വയ്യാത്തൊരു ആൾക്ക് അത് കൊടുക്കും ഡെയിലി. അങ്ങനെ ഒരു ആഴ്ചയിൽ 6 ദിവസവും ഞാൻ ഫാസ്റ്റ് ചെയ്യും. അതുപോലെ ഫുഡും കൊടുക്കും. അതുമാത്രമല്ല, എൻ്റെ അടുത്ത് ഒത്തിരി അമ്മമാർ വരാറുണ്ട് സഹായം ചോദിച്ച്. ഒരിക്കലും അവരെ ഞാൻ വെറുതെ വിടില്ല. എനിക്ക് എൻ്റെ കയ്യിൽ എന്താ ഉള്ളത്, ഡ്രസ്സാണെങ്കിലും പൈസയാണെങ്കിലും എല്ലാം ഞാൻ കൊടുക്കാറുണ്ട്. അതുപോലെ ഓൾഡ് ഏജ് ഹോമിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഒത്തിരി അമ്മമാരെ കണ്ടു, കിടപ്പായിട്ട് രോഗികളായിട്ടുള്ള അമ്മമാരെ കണ്ടു. അവർക്ക് വേണ്ട സാധനങ്ങൾ അത്യാവശ്യം വാങ്ങിച്ചു കൊടുക്കാനും അവരോട് കുറേ നേരം സ്പെൻഡ് ചെയ്യാനും, ഇനി ക്രിസ്മസിന് ഞങ്ങൾ വരാമെന്നും പറഞ്ഞിട്ടുണ്ട്. അവരുടെ കൂടെ കുറച്ച് ടൈം ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യണം. അങ്ങനെയും ഒത്തിരി അനുഗ്രഹങ്ങൾ. പിന്നെ അവർക്ക് എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ എന്നെ ഫോണിൽ വിളിക്കും. എനിക്ക് പറ്റുന്ന പോലെ അവർക്ക് എത്തിച്ചു കൊടുക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റി. പള്ളിയിൽ കറക്റ്റായിട്ട് പോകാനും, ഡെയിലി പ്രെയർ മുടങ്ങൂല. എനിക്കൊരു ഷോപ്പുണ്ട്. എനിക്കൊരു കോഫി ഷോപ്പാണ് എൻ്റെ വീടിൻ്റെ താഴത്ത് തന്നെയാണ്. അത് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് റൺ ചെയ്യുന്നത്. അവിടെ സ്റ്റാഫൊന്നുമില്ല. അപ്പോൾ ഒത്തിരി തിരക്കും കാര്യങ്ങളാണെങ്കിലും ഷോപ്പിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ബൈബിൾ വായിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എല്ലാ കാര്യങ്ങളും. എന്ത് തിരക്കുണ്ടെങ്കിലും ഞാൻ ഒന്നും വിടില്ല. എല്ലാം കറക്റ്റായിട്ട് കൊന്ത മാത്രം ഫാമിലിയായിട്ട് മേളിച്ച് എന്നിട്ട് വേണം എത്തിക്കാൻ. ഇച്ചിരി ലേറ്റാവും, കാരണം 10 മണിക്ക് ഷോപ്പ് ക്ലോസ് ചെയ്തിട്ട് വേണം പ്രാർത്ഥന എത്തിക്കാൻ. പക്ഷെ അതുപോലും ഞാൻ മുടക്കിയിട്ടില്ല. ഹസ്ബൻഡ് ഇല്ലെങ്കിലും ഞങ്ങൾ മുടങ്ങാതെ ചെല്ലും. അങ്ങനെ ഒത്തിരി പ്രാർത്ഥിച്ചു. ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റി. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഓരോ കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് നടന്നത്. ഫസ്റ്റ് വന്നത് എൻ്റെ മോളുടെ 5:30 പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ ഓഫർ ലെറ്റർ, അതായത് മെയിൽ ജസ്റ്റ് ചെക്ക് ചെയ്തു. അപ്പോൾ മോൾക്ക് ഓഫർ ലെറ്റർ വന്ന് കിടക്കണതാണ് ഹംബറിൽ നിന്ന്. അത് 4 മാസമായിട്ട് ഓഫർ ലെറ്റർ കിട്ടിയില്ല. ശരിക്കും 2 വീക്സ് 3 months 1 month കൊണ്ടൊക്കെ കിട്ടും. പക്ഷേ ഇതോ ഹംബർ എന്ന് പറഞ്ഞ കോളേജ്, അത് ഇച്ചിരി ടഫാണ് കിട്ടാൻ. അങ്ങനെ പെട്ടെന്ന് കിട്ടുന്നതല്ല. പക്ഷേ എൻ്റെ മോൾക്ക് 4 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ എപ്പോഴും ഏജൻസി വിളിച്ച് ചോദിക്കും, ഇത് കിട്ടുമോ, അല്ലെങ്കിൽ ഇനിയും രണ്ടാമത് അപ്ലൈ ചെയ്യണോ? അപ്പോൾ അവർ ഇല്ല, കിട്ടും മാഡം, വെയിറ്റ് ചെയ്യണോ എന്ന് പറഞ്ഞു. അങ്ങനെ അത് കിട്ടി. IELTS റിസൾട്ട് വെയിറ്റിംഗ് ആയിരുന്നു. അതും എൻ്റെ മോൾക്ക് ഇതുപോലെ 5:30 പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഓപ്പൺ ചെയ്തത് മെയിൽ. അതിൽ ഞാൻ നോക്കിയത് റീഡിങ്ങിന് എൻ്റെ മോൾക്ക് എത്രയുണ്ടെന്നാണ്. എൻ്റെ മോൾക്ക് റീഡിങ്ങിനും റൈറ്റിങ്ങിനും 6, ലിസ്ണിങ്ങിന് 8.5, എല്ലാത്തിനും ഓവറോൾ 7 കിട്ടി. എൻ്റെ മാതാവ് എൻ്റെ മോൾക്ക് നല്ല സ്കോർ. ജാനുവരി ഇൻടേക്ക് കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷയല്ല, കാരണം സബ്മിറ്റ് ചെയ്യാനുള്ള ടൈമില്ല. പക്ഷേ ഞങ്ങൾക്ക് എങ്ങനെയാണ് നടന്നതെന്നൊന്നും അറിയില്ല. ഫീസ് അടയ്ക്കാനും എല്ലാ കാര്യങ്ങളും കൂടുതൽ എമൗണ്ട് അക്കൗണ്ടിൽ കാണിക്കാനും എല്ലാം സ്പീഡിൽ നടന്നു. വിത്തിൻ 15 days മോളുടെ എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ബയോമെട്രിക്സ് മെഡിക്കൽ എല്ലാം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി. എല്ലാത്തിനും ഞാൻ പ്രാർത്ഥിച്ച് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു, എനിക്ക് മാതാവ് തരും. കാരണം അത്രയും ഞാൻ കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ച് എൻ്റെ മാതാവ് എനിക്ക് തരുമെന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു. അത് മെയ്യിലേക്കാണ് ഞങ്ങൾ വിചാരിച്ചത് കിട്ടുമെന്ന്. പക്ഷെ എനിക്ക് ജാനുവരി ഇൻടേക്ക് ഡേറ്റ് ഇട്ട് ഇന്നത്തെ ഡേറ്റ് പ്രാർത്ഥിച്ച് ഇന്ന് വിസ അപ്രൂവൽ വന്നു മോൾക്ക്. ഇപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു, പാസ്പോർട്ട് നാളെ സബ്മിറ്റ് ചെയ്യും. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്ക് 1000 നന്ദി. അതുകൂടാതെ ഞങ്ങൾക്ക് ഈ കാനഡ വിസ എന്ന് വെച്ചാൽ ഇച്ചിരി ടഫാണ് കിട്ടാൻ. കാരണം ഞങ്ങൾ ഫാമിലിയായിട്ട് ഇയേഴ്സ് ബാക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഫാമിലി വിസ. അങ്ങനെ ഒത്തിരി വിസിറ്റിംഗ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. എല്ലാത്തിലും ഞങ്ങൾക്ക് റിജക്ഷൻസ് ആണ്. കാരണം ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് അവിടെ ഉണ്ട്, എൻ്റെ ഡാഡി എല്ലാവരും അവിടെ ഉള്ളത് കൊണ്ട് നമ്മൾ പോയാൽ തിരിച്ചു വരില്ല. പിന്നെ PR-ൽ നമുക്ക് പോയിൻറ്റ്സ് കിട്ടിയില്ല. അങ്ങനെ ഒത്തിരി റീസൺ കൊണ്ട് റിജക്ഷൻസ് വന്നു. അപ്പോൾ ഏജൻസി പറഞ്ഞത് മോളുടെ കാര്യം നടക്കാൻ പ്രയാസമാണ്, കാരണം നിങ്ങൾക്ക് ഹിസ്റ്ററി അവർ ചോദിക്കുമ്പോൾ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. അപ്പോൾ 50% ഏജൻസി പറഞ്ഞുള്ളൂ. പക്ഷേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇന്ന് രാവിലെ മെയിൽ വന്നു, അവിടെ നിന്ന് വിളിച്ചു, നിങ്ങൾക്ക് വിസ അപ്രൂവലായെന്ന്. ഇനിയും ഉടമ്പടിയിൽ 2 കാര്യങ്ങളും കൂടി ഉണ്ട്. അതിലൊരു കാര്യം
ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതും എനിക്ക് ഉടനെ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഒരെണ്ണം എൻ്റെ ഫാമിലി മെമ്പേഴ്സിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അതും അമ്മ മാതാവ് എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമ്മ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും 1 കോടി നന്ദി. എൻ്റെ പേര് ലിൻസി സാറ ജോൺ. ഞാൻ ഡൽഹിയിൽ നിന്ന് വരുന്നു. സെൻറ്റ് മാർക്സ് ചർച്ചിലാണ് ഞാൻ അവിടെ കൂടി വരുന്നത്. ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുന്നത് എൻ്റെ അമ്മയ്ക്കും എൻ്റെ തിരുകുമാരനുമാണ്. എനിക്ക് ഇങ്ങനൊരു സാക്ഷി പറയാൻ ഒരു അവസരം തന്നതിന് ഞാൻ 1000 നന്ദി പറയുന്നു. ഒരിക്കലും ഈ അമ്മ ചെയ്ത അനുഭവത്തിന് ഞാൻ ഒരിക്കലും മറക്കുകയില്ല. എന്നും ഞാൻ നന്ദിയുള്ളവളായിരിക്കും. ഞാൻ 2020 ജാനുവരി 2-ാം തീയതിയാണ് ഞാൻ ഇവിടെ വരുന്നത്. ഞാൻ കൃപാസനത്തിനെക്കുറിച്ച് അറിയുന്നത് യൂട്യൂബ് വഴിയാണ്. കാരണം ഞാൻ വളരെയധികം വിഷമങ്ങളുള്ളപ്പോൾ യൂട്യൂബ് ഇങ്ങനെ കാണും, പ്രാർത്ഥനകൾ കാണും. അപ്പോൾ എനിക്ക് മാതാവിൽ ഒത്തിരി വിശ്വാസമാണ്. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു ദിവസം കൃപാസനത്തെക്കുറിച്ച് കാണാൻ എനിക്കിടയായി. ഞാനത് കണ്ടു കഴിഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, എനിക്ക് കൃപാസനത്തിൽ വരണം, എനിക്കറിയില്ല എങ്ങനെ വരണമെന്നറിയില്ല. അപ്പം ഞാൻ യൂട്യൂബിലൂടെ നോക്കി ഗൂഗിൾ വഴി സെർച്ച് ചെയ്തു. അപ്പം ഞാൻ എൻ്റെ ബ്രദറിനെ നാട്ടിൽ വിളിച്ചു പറഞ്ഞു. അപ്പോൾ എൻ്റെ നാട് പത്തനംതിട്ടയാണ്. അപ്പം ബ്രദർ പറഞ്ഞു, നീ വാ, കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഞാൻ വന്നു, ഞാനും എൻ്റെ മകനും കൂടെ വന്നു. ഞാൻ ഇവിടെ കൃപാസനത്തിൻ്റെ വാതിക്കൽ വന്നപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ